നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ലണ്ടൻ ഒന്റാരിയോയിലെ പ്രമുഖ സംഘടനയായ കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ്ബ് വയനാട്ടിലെ ഹതഭാഗ്യരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒത്തുചേർന്നു. ശനിയാഴ്ച പോപ്പുലർ ഹിൽ പാർക്കിൽ സംഘടിപ്പിച്ച സ്പോർട്സ് ഡേ വൻപിച്ച മലയാളി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒന്നായി. ലണ്ടനിലെ സഹജീവി സ്നേഹമുള്ള കുട്ടികളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേർന്നൊരു ദിനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശി ഹിന്ദി കനേഡിയൻസ് പ്രകടനം നടത്തി. ടൊറന്റോ സിറ്റി ഹാളിനോട് ചേർന്നുള്ള നത്താൻ ഫിലിപ്പ് സ്ക്വയറിലെത്തിയ പ്രതിഷേധക്കാർ ബംഗ്ലാദേശിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനും പൗരന്മാരുടെ അവകാശങ്ങൾക്കും ക്രമസമാധാന പുനഃസ്ഥാപനത്തിനും അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ കനേഡിയൻ സർക്കാർ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കനേഡിയൻ നിയമനിർമ്മാതാക്കൾ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കു നേരെ നടക്കുന്ന അതിക്രമം തിരിച്ചറിയണമെന്നും അവരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കോയലിഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഇൻഡോ കനേഡിയൻ സംഘടനകൾ, ജൂത ഗ്രൂപ്പുകൾ, കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് എന്നീ സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഒട്ടാവ ഇന്റർനാഷണൽ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിൽ മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾ ഉണ്ടാകുന്നതായി പരാതി. കഴിഞ്ഞ 1.5 വർഷമായി ഒട്ടാവ ഇന്റർനാഷണൽ എയർപോർട്ടിലെ സ്ക്രീനിംഗ് പ്രക്രിയ വ്യക്തിമൂല്യങ്ങളെ അനാദരിക്കുന്നതും യാത്രക്കാരന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യും വിധവും ആകുന്നതായി പരാതികൾ ഉയരുന്നു. കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് 138 പരാതികൾ രേഖാമൂലം എയർപോർട്ട് അതോറിറ്റിക്ക് ലഭിച്ചു കഴിഞ്ഞതായും സുരക്ഷയുടെ മറവിൽ എന്തുമാകാമെന്ന ധാരണ ചില സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കാണിക്കുന്നതായും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു യാത്രക്കാരി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 27 മെഡലുകളുടെ തിളക്കവുമായി കാനഡ പാരീസിൽ നിന്നും തലയുയർത്തി മടങ്ങുന്നു. നാണക്കേടിന്റെ ഡ്രോണിൽ കുടുങ്ങിയെങ്കിലും സദൃഢം നീന്തിക്കയറി കാനഡ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ നേട്ടവുമായി 12ാം സ്ഥാനക്കാരായി പാരീസിൽ നിന്നും ഒട്ടാവയിലേക്ക് വിമാനം കയറും. സമ്മർ മക്കിൻഡോഷിന്റെ ട്രിപ്പിൾ സ്വർണമടക്കം 9 സ്വർണവും 7 വെള്ളിയും 11 വെങ്കലവും അടക്കം 27 മെഡലുകൾ നേടിയാണ് കനേഡിയൻ ചരിത്രം പാരീസിൽ പുതുക്കിയെഴുതിയത്. ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. യുദ്ധഭീതി കനത്തിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പൽ അയച്ചു. ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവെച്ചു. ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രചരണങ്ങൾ. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആക്രമണം ഉറപ്പാണ് എന്ന് ഇറാനും ലബ്നാനും വ്യക്തമാക്കുകയും ചെയ്തു. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ പാക് താരം ഹർഷാദ് നദീമിന് ഭാര്യ പിതാവിന്റെ വക അമൂല്യമായ സമ്മാനം. ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ നദീമിന് ഭാര്യ പിതാവ് മുഹമ്മദ് നവാസ് ഒരു പോത്തിനെയാണ് സമ്മാനമായി നൽകിയത്. തങ്ങളുടെ ഗ്രാമത്തിലെ പരമ്പരാഗത കീഴ്വഴക്കമനുസരിച്ച് വളരെ മൂല്യമേറിയ സമ്മാനമാണിതെന്ന് നവാസ് പറഞ്ഞു. എം.ടി. വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രം മനോരഥങ്ങൾ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങി. മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ബിജു മേനോൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, പാർവതി തിരുവോത്ത്, വിനീത്, സുരഭി ലക്ഷ്മി, ആനഗസ്റ്റിൻ തുടങ്ങിയവർ ഭാഗമാവുന്ന ആന്തോളജി സീരീസ് C5 ഓഗസ്റ്റ് 15-നാണ് റിലീസ് ചെയ്യുന്നത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.